കഴിഞ്ഞ 30 വർഷത്തോളം ഒരിടത്ത് പാർപ്പുറപ്പിച്ചവർ. എല്ലാ ദിവസങ്ങളെയും പോലെ അന്നത്തെ ദിവസത്തെ ജോലി കഴിഞ്ഞ് കൂട്ടിയും കിഴിച്ചും ബാക്കിയായ സങ്കടങ്ങൾ തലയ്ക്ക് കീഴെ താത്കാലികമായി വെച്ച് ഉറങ്ങാൻ കിടന്നവർ. ഉറക്കത്തിലെങ്കിലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് കരുതി കിടന്നവർ. പക്ഷെ ആ രാത്രി പുലരാൻ സമ്മതിക്കാതെ ഒരു കൂട്ടം പോലീസുകാർ അവിടേക്ക് കടന്നു വരുന്നു. അവരുടെ പിറകെ ബുൾഡോസറുകളും. എന്ത് സംഭവിക്കുന്നുവെന്ന് തിരിച്ചറിയും മുമ്പ് ആ കെട്ടിടങ്ങളുടെ അടുക്കലിലേക്ക് ഒരു മുരൾച്ചയോടെ JCB കടന്നു കയറുന്നു. സംഭവിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയും മുമ്പ് 200ഓളം വരുന്ന കുടുംബങ്ങൾ ഒറ്റയടിക്ക് അഭയാർത്ഥികളാകുന്നു. ഇതൊരു കഥാഭാഗമല്ല, ഇതൊരു സംഭവമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ബുൾഡോസറിന്റെ കൈകൾ ഒട്ടും പരിചിതമല്ലാത്ത ദക്ഷിണേന്ത്യയിൽ, കർണാടകയിൽ ഇപ്പോഴും പൊളിച്ചിട്ട കെട്ടിടങ്ങളുടെ പൊടിപടലങ്ങൾ അവസാനിക്കുന്നില്ല. പുറത്താക്കപ്പെട്ട മനുഷ്യരുടെ നിലവിളികളും. ഈ മാസം 20 പുലർച്ചെയാണ് 4 ബുൾഡോസറും 150 പോലീസുകാരും എത്തി കോളനികൾ നിരത്തിയത്. 26-നും 2 ബുൾഡോസറും പോലീസുകാരും മതിൽ പണിയാനെന്ന വ്യാജേന വന്ന് പൊളിക്കൽ തുടങ്ങി. വിവരമറിഞ്ഞ കേരളത്തിലെ CPIM നേതാക്കൾ ഇടപെട്ടപ്പോഴാണ് ഇത് വാർത്ത പോലുമായത്. ബംഗളൂരു നഗരത്തിലെ ഖരമാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കണ്ടെത്തിയ സ്ഥലമാണിതെന്നും അതിലെ മനുഷ്യരെല്ലാം കുടിയേറ്റക്കാരാണെന്നുമാണ് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഫക്കീർ സ്ട്രീറ്റ്, വസീം സ്ട്രീറ്റ് എന്നിവിടങ്ങളിൽ പതിറ്റാണ്ടുകളായി താമസിച്ചു വന്ന മനുഷ്യരുടെ മുകളിലേക്കാണ് ഇതിന്റെ പരിഹാരം നീണ്ടുപോയത്. ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുപരിചയിച്ച ഈ ഒഴിപ്പിക്കൽ നടപടിക്ക് കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നതിൽ വലിയൊരു രാഷ്ട്രീയ അജണ്ട ഒളിച്ചിരിപ്പുണ്ട്. ഈ രണ്ടിടങ്ങളിലും താമസിക്കുന്നവർ 98% മുസ്ലിം വിഭാഗക്കാരാണ്. കർണാടക നേരിടാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം നടക്കുന്ന കൊഹിലു മേഖല ഉൾപ്പെടെ ഭൂരിപക്ഷം ഹിന്ദു വോട്ടുകളുടെ ഇടമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പോലും BJPക്ക് സ്വാധീന മേഖലയായ ഇവിടം ലോക്സഭയിൽ പൂർണ്ണമായും അവർക്ക് തന്നെയാണ് പിന്തുണ നൽകിയത്. പോയ കാലങ്ങളിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനം ഈ മേഖലയിൽ കുറഞ്ഞു വരികയാണ്. അത് തിരിച്ചു പിടിക്കാൻ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ രാഷ്ട്രീയ അജണ്ട ഇവിടെയും പയറ്റുകയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുകയല്ല, മറിച്ച് അതിനോട് സമരസപ്പെടുന്ന മറു ഹിന്ദുത്വം പയറ്റുക. ഞങ്ങളും ഹിന്ദുത്വ ആശയങ്ങളുടെ വക്താക്കളാണെന്ന് ഭൂരിപക്ഷത്തെ ഓർമ്മിപ്പിക്കുക. ഇതിനുള്ള തീവ്ര ശ്രമമാണ് കർണാടകയിൽ നടക്കുന്നത്. ജനതാദൾ പോലെ മുൻപുണ്ടായിരുന്ന ശക്തമായ പാർട്ടികളുടെ സ്വാധീനങ്ങൾ നഷ്ടപ്പെട്ട പുതിയ പരിസരത്ത് BJPയേക്കാൾ വലിയ വർഗീയ പാർട്ടിയായാൽ മാത്രമേ രക്ഷയുള്ളൂവെന്ന പുതിയ ബോധമാണ് കോൺഗ്രസിനെ മുസ്ലിം ഭൂരിപക്ഷം അധിവസിക്കുന്ന ഈ മേഖല അടിച്ചു തകർക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിൽ വഴിയാധാരമായവർക്ക് 5 ലക്ഷം നൽകിയാൽ വേറെ വീട് തരാമെന്ന വിചിത്രമായ ഓഫറാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. അത്രയും രൂപ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാവങ്ങൾ അവിടെ താമസിക്കുക പോലും ഇല്ലായിരുന്നു. തകർത്തിട്ട വീടുകളുടെ സിമന്റ് കട്ടകൾക്കിടയിൽ കമ്പുകുത്തി വലിച്ചു കെട്ടിയ ടാർപോളിന്റെ തണലിൽ 6 പൂർണ്ണ ഗർഭിണികളടക്കം 500ഓളം പേർ അതിജീവിക്കുന്നു. പകൽ ചൂടും പൊടിയും തിന്നുന്നു, രാത്രി പെയ്തു വീഴുന്ന ദുരിതത്തിന്റെ മഞ്ഞ് ഏറ്റുവാങ്ങുന്നു. സകല ജീവിതങ്ങളെയും ഒറ്റ രാത്രി കൊണ്ട് റദ്ദ് ചെയ്യാൻ പോന്ന അധികാരത്തിന്റെ ബ്രഹ്മാസ്ത്രം കോൺഗ്രസ് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം ഭീതിജനകമാണ്. ജനാധിപത്യത്തിൽ പരിഗണന കിട്ടേണ്ട മുസ്ലിം ദളിത് വിഭാഗത്തിലെ ആയിരങ്ങൾ മുകളിലെ ആകാശത്തെ നോക്കി യലഹങ്കയിൽ ഇപ്പോഴും കരയുകയാണ്. ഒളിപ്പിച്ച് കടത്തുന്ന മുസ്ലിം വിരോധത്തിന്റെ ചിരി കോൺഗ്രസിന്റെ മുഖത്ത് പടരുന്നു. BJPയെയും കോൺഗ്രസിനെയും തിരിച്ചറിയാനാവാത്ത പുതിയ രാഷ്ട്രീയ അവസ്ഥ ഇന്ത്യയിലാകെ രൂപപ്പെടുന്നു.